നമസ്കാരം. ഞാൻ കാഥികൻ ഐലം ഉണ്ണികൃഷ്ണൻ. ഒരു പാമ്പ്, ഒരു ദുഷ്ടൻ, ഇത് നിങ്ങളുടെ കയ്യിലേക്ക് ആരെങ്കിലും ഒരാൾ എടുത്തു തന്നാൽ നിങ്ങൾ ഏത് സ്വീകരിക്കും? ധൈര്യമായിട്ട് പറയണം പാമ്പിനെ. ഒരുപക്ഷെ പാമ്പ് കടിച്ചെന്നിരിക്കും, അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ദുഷ്ടൻ അങ്ങനെയല്ല. അവൻ നമ്മളെ മുച്ചൂട് മുടിപ്പിക്കും, നശിപ്പിക്കും, ഇല്ലാതാക്കും. ജീവിതം കടുപ്പമേറിയതാണ്. മികച്ച സമയം വരില്ല. ഉള്ള സമയത്ത് മികച്ചതാക്കിയെടുക്കണം. ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ഭാവിയെക്കുറിച്ച് ഓർത്ത് അമിതമായി സ്വപ്നം കാണുകയും വരുത്. വർത്തമാനകാലത്ത് ജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഞാൻ പറഞ്ഞതല്ല, ചാണക്യൻ. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുനാഥൻ ചാണക്യൻ എന്ന കൗടില്യൻ. ആ ചാണക്യനെ മനസ്സിൽ ഗുരുവായി സ്വീകരിച്ച ഒരാളെ ഇടക്കാലത്ത് പരിചയപ്പെട്ടു. NB സുദർശനൻ, ഇന്ത്യൻ പബ്ലിക് സ്കൂളിൻ്റെ ചെയർമാൻ. വിദേശത്തായിരുന്നു, വലിയ ഉദ്യോഗമായിരുന്നു, നല്ല പദവി, ഇഷ്ടംപോലെ ശമ്പളം. വിദേശത്തായിരുന്നു, ഒരുപാട് സമ്പാദിച്ചു. കാരണം വലിയ വലിയ പോസ്റ്റുകളിലാണ് ഇരുന്നത്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളമായിരുന്നു. പക്ഷേ അവിടെ ശമ്പളം പറ്റി ജീവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വെമ്പുന്ന ഒരു ചാണക്യനുണ്ടായിരുന്നു. ഒരുപാട് വിദ്യാലയങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. അവിടെ നിന്നെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ പാഠ്യപദ്ധതികളെക്കുറിച്ച് നന്നായി പഠിച്ചു. അവസാനം തനിക്കുണ്ടായിരുന്ന ജോലിയെല്ലാം വലിച്ചെറിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. തൻ്റെ നാട്ടിൽ, താൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ ഒരു വിദ്യാലയം ആരംഭിച്ചു. ഇന്ത്യൻ പബ്ലിക് സ്കൂൾ. പ്ലേ സ്കൂൾ മുതൽ മുകളിലോട്ടുള്ള ക്ലാസ്സുകളുടെ വിദ്യാഭ്യാസം ആരംഭിച്ചു. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ അഭിരുചിക്കനുസരിച്ച്. NB സുദർശനൻ, ഇന്ത്യൻ പബ്ലിക് സ്കൂളിൻ്റെ ചെയർമാൻ. അദ്ദേഹമാണ് ഐലം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനലിലൂടെ ആരംഭിച്ചിരിക്കുന്ന പുതിയ പരമ്പരയായ അടുത്തറിയുമ്പോൾ എന്ന ഈ പരിപാടിയിൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കാഥികൻ ഐലം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനലിലേക്ക് ആറ്റിങ്ങലിനടുത്തുള്ള വനവഞ്ചേരി കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പായി പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യാന സ്കൂളിൻ്റെ ചെയർമാനുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തണമെന്ന് എനിക്ക് വേണ്ടി ആഗ്രഹമുണ്ടായിരുന്നു. ചെയർമാനായ ശ്രീ NB സുദർശനൻ, സത്യത്തില് അങ്ങക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങാനായിട്ടുള്ള ഒരു ആശയം മനസ്സിൽ ഉദിച്ചത്? അതായത് ഈ ആശയം മനസ്സിൽ ഉദിച്ചതിനപ്പുറം ഇന്ത്യാന എന്ന കോൺസെപ്റ്റിലൂടെ തന്നെ നമുക്ക് തുടങ്ങി. അതെ ഇന്ത്യാന എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു സ്കൂളിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ. അതെ, ചിലപ്പോൾ കാണുമായിരിക്കാം, പക്ഷെ അത് എങ്ങനെ എന്താണെന്നുള്ള എനിക്കൊന്ന് അറിയാൻ വലിയ മോഹം. ഇന്ത്യാന പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് എൻ്റെ ഏകദേശം ഒരു 10 വർഷത്തെ സ്വപ്നമാണ്. ഞാൻ ഏകദേശം 15ഓളം രാജ്യങ്ങളിൽ നിത്യസന്ദർശകനായിരുന്നു. ഞാൻ 1996 ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് പോകുമ്പോഴോ അവിടെ ഒരു ഫ്രഞ്ച് കമ്പനിയായ കാരിഫോറിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് MBAയുടെ സ്കോളർഷിപ്പ് ചെയ്യാൻ പറ്റി, MBA ചെയ്യാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ടും ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് ക്ലാസ്സുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും വ്യത്യസ്തമായ രാജ്യങ്ങളിൽ സന്ദർശിച്ചിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതോടൊപ്പം ഔദ്യോഗിക കൃത്യനിർവഹണത്തിനും അപ്പുറം എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് സ്കൂളുകൾ സന്ദർശിക്കുകയായിരുന്നു. ഈ സ്കൂളുകൾ സന്ദർശിക്കുമ്പോൾ എൻ്റെ പ്രചോദനം, ഞാനും ഒരു അധ്യാപകനായിരുന്നു. ഒരു 10-12 വർഷക്കാലം ആറ്റിങ്ങൽ, ചിറയൻകീഴ്, പോത്തങ്കോട്, വർക്കല ഈ ഭാഗങ്ങളിലെ പാരലൽ കോളേജുകളിലെ ഒരു നിറസാന്നിധ്യമായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ഭാഷ അധ്യാപകനായിരുന്നു. അപ്പോൾ അതാണ് അധ്യാപനത്തോട് എനിക്കുണ്ടായ മമത അല്ലെങ്കിൽ പൂതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങൾ കാണുമ്പോഴോ, ഞാനൊരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കീഴാറ്റിങ്ങൽ BBUPS, കുന്നുവാരം UPS, ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂള്, MG കോളേജ്, ഇവിടേക്കാണ് എൻ്റെ വിദ്യാഭ്യാസം. പിന്നെ ഞാൻ LLB ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ രാമഹർലോകയിൽ LLB. ഇങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത്. ഒടുവിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് സയൻസാണ്, പക്ഷേ അവസാനം ഞാൻ എത്തിയത് ബിസിനസ് മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ സ്വയം ഒന്ന് ആലോചിച്ചു പോയി. വല്ലാത്തൊരു സിസ്റ്റമായിരുന്നു ഇംഗ്ലീഷ് മീഡിയം. അപ്പം ഞാൻ അതുമായിട്ട് ഈ കണ്ട
സ്കൂളുകളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കമ്പയർ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിവിടെ കൊടുക്കപ്പെടുന്ന പല സ്കൂളുകളുടെയും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ശരിയായ തരത്തിലുള്ളതല്ല എന്ന് പൂർണ്ണമായും എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു, നന്നായിട്ട് ജോലി ചെയ്ത് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി അവസാനം ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ജീവിതത്തിൻ്റെ സ്കൂളിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെയാണ് ഇന്ത്യാന എന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ വന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ സ്കൂൾ ആരംഭിച്ചിട്ട് ഇപ്പൊ കറക്റ്റ് 2021 മെയ് 29 പ്രശസ്തനായ സുദർശനൻ സാറ്, ബഹുഭാഷാ പണ്ഡിതൻ, പ്രഭാഷകൻ, വാഗ്മി, ഭാഷാ പുരസ്കാര ജേതാവ്, അദ്ദേഹമാണ് ഭദ്രവീതം കൊളുത്തി ഈ സ്കൂൾ 29 മെയ് 2021 ഉദ്ഘാടനം ചെയ്തത്. അത് വല്ലാത്തൊരു സദസ്സായിരുന്നു, പ്രൗഢഗംഭീരമായ സദസ്സ് തന്നെ പറയാം. ഈ ഭാഗങ്ങളിൽ ഒരു സ്കൂളിൻ്റെയും ഉദ്ഘാടനത്തിന് കാണാത്ത അത്രയും ജനങ്ങൾ ഇവിടെ എത്തി. ശ്രീ വിനോദ് വൈശാഖി ഇങ്ങനെയുള്ള പല പ്രമുഖരും പങ്കെടുത്തൊരു സദസ്സായിരുന്നു അത്. ആ വർഷം സ്കൂൾ തുടങ്ങുമ്പോൾ 108 കുട്ടികളായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്, പറയാൻ വിഷമമുണ്ടെങ്കിലും പറയാം, ഈ ഭൂലോകമാകമാനം കോവിഡിനാൽ ഇല്ലാതാക്കപ്പെട്ടൊരു സമയത്താണ് ഈ സ്കൂൾ തുടങ്ങിയത്. ഒരുപക്ഷെ ഇന്ത്യാനയുടെ വളർച്ചയുടെ ആദ്യ പടി കോവിഡാണെന്ന് എനിക്ക് പറയേണ്ടി വരും, ദുഃഖത്തോടു കൂടി. കാരണം ഈ കോവിഡ് ഇത്ര വരെ ജനങ്ങളിൽ ഭീതിയും ജീവിതത്തിന് തന്നെ ഇല്ലാതാക്കപ്പെടുന്നൊരവസ്ഥയിൽ മിക്ക സ്കൂളുകളും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് തിരിച്ചു. യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുമ്പോഴാണ് രക്ഷകർത്താക്കൾ മനസ്സിലാക്കിയത് അവർ മക്കൾ പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പഠിക്കപ്പെടുന്ന സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ലെവല്, ക്വാളിറ്റി എന്താണെന്ന് അറിയുവാനുള്ളൊരവസരം രക്ഷകർത്താക്കൾക്ക് കിട്ടി. അത് ഇൻഡയറക്റ്റ്ലി ഇന്ത്യാനയുടെ വളർച്ചയ്ക്കൊരു മുതൽക്കൂട്ടായി മാറി. ഞാൻ 2021 ഈ സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിലും 20 നവംബർ മുതൽ, ഇപ്പോൾ സാറ് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഇൻഫർമേഷൻ കൗണ്ടർ സെക്യൂരിറ്റി റൂമിൻ്റെ അടുത്ത്, ആ റൂമിൽ ഒരു മേശയിട്ടിരുന്ന് എന്നെ കാണാൻ വരുന്ന രക്ഷകർത്താക്കളോട് എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച്, ഈ ഇന്ത്യാനയുടെ കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാകുമെന്നൊക്കെ ഞാൻ പറയുമ്പോൾ അത് 1 വർഷക്കാലം കൊണ്ട് അവരുടെ സ്ഥിര അനുഭവം വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും പലരും ചെയ്തിട്ടില്ല. അപ്പം അത്തരത്തിലാണോ ഇതുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പൂർണ്ണമായ പിന്തുണ, 1 വർഷം കൊണ്ട് ഇങ്ങനൊരു നല്ല അത്യാവശ്യം നല്ലൊരു ബിൽഡിംഗ് ചെയ്യാൻ പറ്റി. 2ാമത്തെ വർഷമായപ്പോഴേക്കും 1,500 പരം കുട്ടികളെ സ്കൂളിലിരുത്താനും പറ്റി. അതിനപ്പുറം ഈ വർഷം മുതൽ കിൻഡർ ഗാർഡനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഇൻകിഡ്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് സ്ഥാപനം ഇവിടുന്ന് 3 ബിൽഡിങ്ങിനപ്പുറം നമുക്ക് തുടങ്ങാനും പറ്റി. അപ്പൊ ഇപ്പോൾ ഇത്രയും ഒക്കെ ഒരിക്കലും ഈ ഒരു 1.5 വർഷക്കാലം കൊണ്ട് പ്രതീക്ഷിച്ചതല്ല. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ചതിനപ്പുറം ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്, ഞാൻ റീറ്റെയിൽ പ്രൊഫഷണലാണ്, എൻ്റെ MBA എന്ന റീറ്റെയിൽ മാനേജ്മെൻറ്റിലാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, നല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് പ്രോഡക്റ്റ് വിൽക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. എൻ്റെ സാറ് ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഇത്രയും വലിയൊരു കോമ്പറ്റീഷന് നടുവിൽ പെട്ടെന്ന് 1 വർഷം കൊണ്ട് ഈ സ്കൂൾ എന്ന് പറയുന്നത് ഇങ്ങനെ എത്തി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആറ്റിങ്ങലിൻ്റെ ഒരു ഡെമോഗ്രഫി അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പാരലൽ അല്ലെങ്കിൽ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമുള്ളൊരു ടൗണായിരുന്നു ആറ്റിങ്ങൽ. ഞാൻ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിൽ അന്നത്തെ പ്രീ ഡിഗ്രിക്ക് 10ഉം 15ഉം ബാച്ച് കുട്ടികളുണ്ടായിരുന്ന സ്ഥാപനത്തിൽ പഠിപ്പിച്ച ആളാണ് ഞാൻ. അവിടെ ഞാൻ പറയുന്നത്, ബെസ്റ്റ് ക്വാളിറ്റിയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ദി സഫിഷ്യൻറ്റ് നമ്പേഴ്സ് വാട്ട് യു ഡിസേർവ് ടു ഗെറ്റ് ഇറ്റ്. അതാണ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമ്പറ്റീഷൻ എനിക്ക് എപ്പോഴും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പാരൻസിന് കൂടുതൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് ഈ സ്കൂൾ തുടങ്ങിയിട്ട് അങ്ങയുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഇവിടുത്തെ വിദ്യാർത്ഥികളാക്കി മാറ്റും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരുപക്ഷെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് തീർച്ചയായിട്ടും നിൽക്കുന്ന കുട്ടികള് പല സ്കൂളുകാരും ഒക്കെ ഇപ്പോൾ അവരുടെ ഫീസ് ഉപേക്ഷിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നു. തീർച്ചയായിട്ടും. ചിലപ്പോൾ പബ്ലിസിറ്റിക്കാണ് മറ്റൊന്നിനാണ് അങ്ങനെയുള്ള ഉദ്ദേശം. തീർച്ചയായിട്ടും സാറി പറഞ്ഞ പബ്ലിസിറ്റി എന്നൊരു ഭാഗം അവിടെ നിൽക്കട്ടെ. ഞാൻ 1999 മുതൽ കൃത്യമായി എനിക്ക് പോലും പേരറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി
സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരാളാണ്. അതെൻ്റെ വരുമാനത്തിൻ്റെ ഒരു X% ഞാൻ വേണ്ടി മാറ്റിവെക്കാറുണ്ടായിരുന്നു. ഇന്ന് ഈ സ്കൂളിലും ഞാൻ ഏകദേശം 9ഓളം കുട്ടികളെ പൂർണ്ണമായും സൗജന്യമായി പഠിപ്പിക്കുന്നു, നാളെയും പഠിപ്പിക്കും. അത് സ്കൂളിൽ നിന്നായാലും എനിക്ക് ഒരു 100 രൂപ എൻ്റെ സമ്പത്തായിട്ട് എൻ്റെ കയ്യിൽ വരികയാണെങ്കിൽ അതിൽ നിന്ന് 10 രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുവാൻ ഞാൻ എപ്പോഴും പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുന്ന ഒരാളായിരിക്കും. അത് എന്നെ സംബന്ധിച്ചോളം പബ്ലിസിറ്റി എന്ന് പറയുന്നൊരു വിഷയമല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് മനസാക്ഷിയോടുകൂടി ചെയ്യണം. കാരണം വിദ്യാഭ്യാസം എന്ന ഒരൊറ്റ ഉപാധിയിലൂടെയാണ് ഇന്ന് സാറിൻ്റെ മുന്നിൽ ഇരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ഈശ്വരൻ തന്നത്. അതൊരു സത്യമാണ്. കാരണം എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മോൻ. അതെ, ഒരു കാലത്തൊക്കെ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഒന്നുകിൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ അതെ, അതെ, IAS IPS ഒക്കെ മോഹം വന്ന് ഇടക്കാലത്താണ്. അതെ, അതെ, കാരണം നമുക്കത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. അതെ, അതെ, പക്ഷെ ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് തന്നെ ട്രിവാൻഡ്രത്ത് എന്റെ വീടിനടുത്ത് പോലും IAS കിട്ടിയ അതെ, 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 താമസിക്കുന്ന അതെ, അതെ, പാങ്ങപ്പാറയ്ക്ക്. അപ്പൊ ഈ രീതിയിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതെ. അപ്പൊ അതിനകത്ത് അങ്ങയുടെ ഈ മനസ്സ് എന്ന് വെച്ചാൽ എന്റെ കുട്ടികളെല്ലാം തന്നെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറും. അതെ, അതെ, അതെ. ഞങ്ങൾ ഈ ചുരുങ്ങിയ 1 വർഷക്കാലം കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നാഷണൽ ടാലൻറ്റ് ടെസ്റ്റുകളിൽ നമ്മുടെ ഏകദേശം 18ഓളം കുട്ടികൾക്ക് എൻട്രി കിട്ടി. അതിനൊക്കെ പൂർണ്ണമായ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്നോടൊപ്പം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. സാറ് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് അധ്യാപനം ഒരു ധ്യാനമാണ്. പല ഇവിടെ വ്യത്യസ്തമായ സ്കൂളുകളിൽ 10ഉം 15ഉം വർഷം പഠിപ്പിച്ച ടീച്ചേഴ്സ് ഈ സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഏകദേശം 10, 30ഓളം 32ഓളം ടീച്ചേഴ്സാണ് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ഒരു ടീച്ചർ കൃത്യമായി 3, 4, 5 മാസം റിഫൈൻഡായ ഒരു ട്രെയിനിങ് പ്രോസസ്സിലൂടെ മാത്രമേ ഇൻഡിപെൻഡൻറ്റ് ടീച്ചേഴ്സായിട്ട് ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. ഇത് ഞാൻ അവരെ ബേസിക്കലി പഠിപ്പിക്കുന്നത് അക്കാഡമിക്സ് അല്ല, ബേസിക് ലീഡർഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു ഭാവിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് തരുന്നത്. നാളത്തെ ഒരു ഭാവിയാണ് ഒരു കുട്ടിയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ കുട്ടി എങ്ങനെ മാനേജ് ചെയ്യും, അവൻ്റെ മെറിറ്റ്സ് എന്താണ്, അവൻ്റെ ഡിമെറിറ്റ്സ് എന്താണ്, ആ ഡിമെറിറ്റ്സിനെ എങ്ങനെയാണ് മിനിമൈസ് ചെയ്തുകൊണ്ട് മെറിറ്റ്സിലേക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റ് സ്കിൽസിലൂടെയാണ് നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ത്യാന പബ്ലിക് സ്കൂളിൻ്റെ വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലാസ് ടീച്ചേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, ഓൺലി ക്ലാസ് ഗൈഡ്. ആ 25ഓളം കുട്ടികൾക്കപ്പുറം ഒരു ക്ലാസ്സിലും ഒരു കുട്ടിയെയും നമ്മൾ ഇരുത്താറില്ല. ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 25 കുട്ടികളാണ്. ഈ 25 കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്ലാസ് ഗൈഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്ലാസ് ഗൈഡിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരു അസിസ്റ്റൻറ്റ് ടീച്ചറിനെയും ക്രിയേറ്റ് ചെയ്യുന്നു. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മയോട് അച്ഛനോട് എന്തൊക്കെ പറയാൻ പറ്റും, എന്തൊക്കെ പറയാൻ പറ്റുന്നില്ല, അതെല്ലാം ആ ക്ലാസ് ഗൈഡിനോട് പറയുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ആ ലെവലിലേക്ക് ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കുന്നതാണ് ആദ്യത്തെ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സത്യത്തിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ സാറ് കണ്ടാണ് വരുമ്പോൾ കുട്ടികൾ ഗുഡ് മോർണിംഗ് പറയുന്ന രീതി പോലും, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്ന കുട്ടികളും തൻ്റെ കയ്യെ നെഞ്ചോട് ചേർത്ത് വെച്ച് തലകുനിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നത് ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഒരു പ്രാർത്ഥന, അതെ, ഞാൻ കാണാനിടയായി. അതെ, അതായത് ഇവിടെ ഫുഡ് കൊടുക്കുന്നതിനും ലഞ്ച് ടൈമിന് മുമ്പ് കുട്ടികൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അതായത് വ്യത്യസ്തമായ മതങ്ങൾക്കപ്പുറം എന്നെയും സാറിനെയും ഈ ലോകത്ത് തന്നെ സൃഷ്ടിക്കപ്പെടുന്ന അനന്തമായ ഒരു ശക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃപയാണ് ഞാൻ കഴിക്കുന്ന ആഹാരവും സാറ് കഴിക്കുന്ന ആഹാരവും ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ആഹാരവും. അതിന് ദൈവത്തോട് അവർ നന്ദി പറയണം. അതാണ് അതിൻ്റെ ഒരു ബേസ്. കൺസെപ്റ്റാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളത് തന്നെ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തീയ സമുദായം ആഹാരം കഴിക്കുന്ന നേരത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആഹാരം എപ്പോ കിട്ടുന്നോ അപ്പൊ കഴിക്കുന്നു, പ്രാർത്ഥനയില്ല, മറ്റൊന്നും തന്നെ നമ്മളത് ശീലിച്ചില്ല. ഒരുപക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ സ്കൂളിൽ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച സ്കൂളിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ചെയ്തത്. അതൊരു ആവശ്യമാണ്. കാരണം ഏതൊരു കാര്യത്തിനും ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കൂ. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. ഞാൻ മിക്കവാറും കുട്ടികളോട് സംസാരിക്കുമ്പോഴും ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഇതൊന്നും ലഭിക്കാൻ കിട്ടാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ പല തുറകളിലുണ്ട്. നമുക്കെല്ലാം കിട്ടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്.
ഇത് താൽക്കാലികമായി നമുക്ക് അണിയുവാൻ തന്നിരിക്കുന്നതാണ് ഈ ചുമന്ന ഷർട്ടും മുണ്ടും നിങ്ങളുടെ നല്ല ബാഗുകൾ നല്ല പുസ്തകവും എല്ലാം അല്ലേ. ഒരു പരിധി കഴിയുമ്പോൾ ആരാണോ നമുക്ക് തന്നത് അവർ തന്നെ നമ്മൾ തിരിച്ച് നമ്മളിൽ നിന്ന് വാങ്ങുന്നു. ആ ഒരു സമയം വരെ നമുക്ക് എന്തൊക്കെ പ്രവൃത്തികളാണോ മനുഷ്യൻ ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായ ധാർമ്മികതയോടുകൂടി ചെയ്യുവാനുള്ള ഒരു മുതൽക്കൂട്ട് ആവണം വിദ്യാഭ്യാസം. തീർച്ചയായും. അത് ചിലപ്പോ അങ്ങേക്ക് അറിയാമായിരിക്കും, നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ഈ വലിയ പണമുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി ധരിച്ചിരിക്കുന്ന ഒരു ഡ്രസ്സ് നമ്മൾ ധരിച്ചിരിക്കുന്നു, പലപ്പോഴും അവന്റെ ഡ്രസ്സ് കണ്ട് വളരെ അത്ഭുതത്തോടെ നമ്മളെല്ലാം നോക്കി നിൽക്കും. അതെ അതെ അതെ. പക്ഷെ ഇന്നിപ്പോഴെന്ന് പറയുന്നത് വരുന്ന കുട്ടികളെല്ലാം തന്നെ വളരെ എല്ലാവരും ഒരേ മനസ്സാണ് എന്നുള്ള രീതിയിൽ കൂടുതലും നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി വളരെയധികം ശ്രമിക്കുന്നു. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് പ്രധാനമായിട്ടും ഈ സ്കൂളിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ പല പ്രഭാഷണങ്ങളും സാർ കേട്ട് കാണും. അതിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഉൽപ്പത്തി എന്ന് പറയുന്നത് ഒരു ചൈതന്യമാണ്. അത് നമുക്ക് ശിവം എന്ന് പറയാം. ശിവം മീൻസ് ചൈതന്യം. നമ്മുടെ ഇടനെഞ്ചിലിരിക്കുന്ന പ്രകാശമാണ്. അത് ഏത് സമുദായത്തിലുള്ള മനുഷ്യനായാലും ഏത് മതവിശ്വാസികളാണെങ്കിലും എന്നാണോ ഇടനെഞ്ചിലെ ചൈതന്യം അല്ലെങ്കിൽ വെളിച്ചം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് അന്ന് നമ്മളെല്ലാവരും മയ്യത്താവുകയും ശവമാവുകയും ഒക്കെ ചെയ്തു കഴിയും. ശിവത്തിൽ നിന്ന് ശവത്തിലേക്കുള്ള ദൂരമാണ് മനുഷ്യൻ്റെ ജീവിതമെന്ന് ബോധപൂർവം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം എന്നാണോ നമ്മുടെ ഇടനെഞ്ചിൽ നിന്നും ആ സ്പാർക്ക് നഷ്ടപ്പെടുന്നത് അന്ന് നമ്മൾ ഒന്നുമല്ലാതായി. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ഇപ്പൊ തന്നെ നമ്മളൊക്കെ വീട്ടില് നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തില് അച്ഛൻ മദ്യപാനിയാണെങ്കിലും മക്കള് അതൊന്നും ശ്രദ്ധിക്കാം. അതെ 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 അതെ. ചിലപ്പോ മദ്യപിച്ചിട്ട് വരും, അതെ അമ്മയെ അടിച്ചത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളെ അടിച്ചു കണ്ടിട്ടുള്ളൂ, തന്നെ അടിച്ചത് നിരവധി പ്രാവശ്യം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ അവരുടെ ദിവസമുള്ള പരിപാടികളെ കുറിച്ച് ചിന്തിക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടി അതല്ല. അച്ഛൻ മദ്യപിച്ചിട്ട് വന്നാൽ, അച്ഛൻ വീട്ടിൽ നിന്ന് മദ്യപിച്ചാൽ, അമ്മയെ തല്ലിയാൽ അവന്റെ മനസ്സിൽ വേറൊരു ചിന്ത. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവരെ പിടിച്ചു നിർത്തുന്നത് മാക്സിമം വന്നു കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ അവനെ പിടിച്ചു നിർത്താൻ കഴിയും. അത് കഴിയുമ്പോൾ പിന്നെ അവന്റെ മറ്റൊരു ലോകമായി. തീർച്ചയായിട്ടും. കഞ്ചാവും മദ്യവും ഒക്കെ ആയിട്ട് അവന്റെ സ്വഭാവം തന്നെ മാറുന്നു. അതെ. അപ്പൊ ആ രീതിയിലേക്ക് അല്ലാത്ത രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും. എൻ്റെ സുഹൃത്തുക്കളായ പുറത്തും ഇവിടെയുമുള്ള ഒത്തിരി സൈക്കോളജിസ്റ്റുകളുണ്ട്. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പല പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം മിക്കവാറും ആ സംസാരങ്ങൾക്കിടയിൽ അദ്ദേഹം എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ കോട്ട് ചെയ്യപ്പെട്ട വാക്കുകളെക്കുറിച്ചും വരികളെക്കുറിച്ചും സംസാരിക്കുന്ന നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത്, ഒരു കുഞ്ഞു പോലും, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഒരേ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ. നമ്മുടെ മഹാഭാരതത്തിലോ രാമായണത്തിലോ നമുക്ക് പറഞ്ഞു തന്ന കഥകളിലൂടെ മാത്രമല്ല കുട്ടികൾ ജനിക്കപ്പെടുന്നത്, ഒരേ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ. ബയോളജിക്കലി ഫിറ്റായ ഏതൊരു അച്ഛനും അമ്മയ്ക്കും കുട്ടിയെ ജനിപ്പിക്കാം. എന്നാൽ അതിനുശേഷം നല്ല കുട്ടിയും അഴുക്ക് കുട്ടിയും എങ്ങനെ ഉണ്ടാവുന്നു? എല്ലാ കുട്ടികളും ദേ ആർ ജസ്റ്റ് എ വിക്ടിം ഓഫ് ദെയർ എൻവയോൺമെൻറ്റ്. അവരുടെ സാഹചര്യങ്ങളുടെ ഇരകൾ മാത്രമാണ് ഓരോ കുഞ്ഞും. ഇപ്പം നമുക്കൊരുപാട് ഉദാഹരണങ്ങളുണ്ട് സാർ. അതായത് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് അമ്മമാർ വിചാരിക്കുന്നത് ആ കുട്ടി ജനിച്ച ദിവസം ബ്രസ്റ്റ് ഫീഡ് ചെയ്ത വെറും കുട്ടിയെന്ന് വിചാരിക്കുകയാണ്. ആ അമ്മയും അച്ഛനും അറിയുന്നില്ല അവൻ 5ാം ക്ലാസ് വരെ വളർന്നു കഴിഞ്ഞു. ആ അമ്മ ഒരു 15 വയസ്സിലോ 16 വയസ്സിലോ, അച്ഛൻ 15 വയസ്സിലോ 16 വയസ്സിലോ അച്ഛൻ്റെ ബുദ്ധിയിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ് ഈ 5ാം ക്ലാസ്സുകാരൻ്റെ ഈ 4 ഇഞ്ച് സ്ക്രീനിലൂടെ എത്തിയിരിക്കുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത പാരൻറ്റിങ്ങിലാണ് ഏറ്റവും വലിയ വിഷയം വരുന്നത്. പണ്ടൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അമ്മമാർ നമുക്ക് ചോറ് തരുള്ളൂ, അമ്മമാർ ചോറ് തരുള്ളൂ. ഇന്ന് എത്ര മക്കളാണ് വിളക്ക് കത്തിക്കുന്നത്? എത്ര മക്കളാണ് കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നത്? എത്ര മക്കളാണ് ഇന്ന് ബൈബിൾ വായിക്കുന്നത്? ഇതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കണം. കുട്ടികളിൽ മോറൽ വാല്യൂസ് പഠിപ്പിക്കണവരാണ്. അങ്ങനെ ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഭ്രാന്തമായ ചിന്തകൾ വരുന്നത്. അവർക്ക് അവരുടേതായ വ്യക്തിപരമായ സുഖ സൗകര്യങ്ങളിലേക്ക് അവരെത്താൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുമായിട്ട് കുട്ടികളുമായിട്ടുള്ള ബന്ധം കൃത്യസമയത്ത് തന്നെ അവരെ ബോധ്യപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് പാരൻസാണ്. നമ്മുടെ സ്കൂളിലെ പാരൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ കണ്ടറിഞ്ഞ ഒരു സ്കൂളിലും ഉണ്ടാവാത്തതിനേക്കാൾ അപ്പുറമാണ്. കുട്ടികൾ ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ പറയുമ്പോൾ സാർ കേൾക്കും എല്ലാവരും ഇങ്ങനെ പറയുന്നു, അങ്ങനെയല്ല.
ഇവിടുത്തെ ഓരോ കുട്ടിയുടെയും പേരും കുടുംബവും എനിക്കറിയാം. ഞാൻ കാണാത്ത ഒരൊറ്റ കുട്ടി പോലും ഈ സ്കൂളിൽ 498 കുട്ടികളിൽ എനിക്കറിഞ്ഞുകൂടാത്ത ഒരൊറ്റ കുട്ടി പോലും ചെയർമാനായ ഞാൻ അരമണിക്കൂർ സംസാരിക്കാത്ത ഒരു കുഞ്ഞു പോലും ഈ സ്കൂളിലിരിക്കില്ല. അവരുടെ ബർത്ത്ഡേകൾ കൃത്യമായി എനിക്കറിയാം. ഈ ഒരു ഇമോഷണൽ ബോണ്ടിങ്, അല്ലെ അവരെ കെയർ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ആ കുട്ടികളിലുണ്ട്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ, പണ്ടൊക്കെ ആയിരുന്നു ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഗുരുനാഥന് എല്ലാവരെയും അറിയുന്നു. എക്സാക്ട്ലി യു കെയിം ടു ദി പോയിന്റ്. ഇത് തന്നെയാണ് സാറ് എൻ്റെ മനസ്സിലിരുന്ന കാര്യം സാറ് പുറത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. അതായത് ഇന്ന് എന്നെ 1ാം ക്ലാസ് മുതൽ എൻ്റെ 10th വരെ പഠിപ്പിച്ച പല ടീച്ചേഴ്സിനെയും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ജീവിച്ചിരിക്കുന്നവരുണ്ടാവും, മരണപ്പെട്ടു, പക്ഷെ അവരെ പേര് പറയുമ്പോഴും ആ ടീച്ചർ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഇന്ന് എത്ര കുട്ടികൾക്കാണ്, ഈവൻ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിക്ക് ഏതെങ്കിലും ടീച്ചറിനെ ഓർമ്മിക്കപ്പെടാൻ എത്ര കുട്ടികളുണ്ടാവും? ഇല്ല. അങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ ആ വിദ്യാർത്ഥിയും അധ്യാപകനുള്ള ബന്ധം മുമ്പുണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ആശയം എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് തന്നെ, നമ്മുടെ സർക്കാർ തന്നെ സ്കൂളുകളിൽ ഏതാണ്ട് പലതുമൊക്കെ നശിച്ചു തുടങ്ങിയ സ്കൂളുകളെല്ലാം പുനരുദ്ധരിച്ച് ഇപ്പൊ ഏതാണ്ട് 10 ലക്ഷത്തോളം കുട്ടികൾ പുതുതായിട്ട് വിദ്യാലയങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ വേറൊന്നും ഞാൻ ചോദിച്ചോട്ടെ, പലരും ഒക്കെ പറയുന്നുണ്ട് എയ്ഡഡ് സ്കൂളുകൾ, ഈ ഇതേപോലെ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിലൊക്കെ തന്നെ വളരെ പ്രാപ്തിയില്ലാത്ത അധ്യാപകരെയാണ് നിയമിക്കുന്നത്. ഒന്ന് തട്ടിക്കൂട്ടി ഡിഗ്രി എടുത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ആണ് ഇവിടേക്ക് വന്ന് പഠിപ്പിക്കാറുള്ളത്. അത് അതേസമയം റാങ്ക് വാങ്ങിച്ച അല്ലെങ്കിൽ വളരെയധികം കൂടുതൽ മാർക്ക് വാങ്ങിച്ച് PSC ടെസ്റ്റ് എഴുതി എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ അധ്യാപകരാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ കിട്ടുന്ന വിജയ ഒരിക്കൽ പോലും ഒരു ഗവൺമെന്റ് സ്കൂളിൽ കിട്ടാതെ പോകും? നോക്കണം സാർ, ഈ സാർ ഈ പറഞ്ഞ കോൺസെപ്റ്റ് പല ഭാഗങ്ങളിലും ഞാനും കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം വളരെ മികവുറ്റതായി മാറിക്കഴിയും. അങ്ങനെ മികവുറ്റതായി മാറിക്കഴിയുമ്പോഴും അധ്യാപനത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സ്കില്ലാണ്. അവിടെ PhDയോ ഏറ്റവും വലിയ ടോപ്പ് റാങ്ക് ടീച്ചേഴ്സ് എന്നുള്ളതല്ല. ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോഴോ ബേസിക് B.Ed എന്ന് പറയുന്നത് പഠിപ്പിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് കാണുന്ന ഒരാളാണ്. അതിനുമപ്പുറം കുട്ടികളെ പഠിപ്പിക്കുവാൻ ഒരുപാട് സ്കിൽസ് വേണം. ഇപ്പം ഞാൻ പ്രൈവറ്റ് മേഖലയിൽ CEO ലെവലിൽ വരെ കോർപ്പറേറ്റ് ലോകത്ത് ജോലി ചെയ്ത ഒരാളാണ്. ഇപ്പം സാറിൻ്റെ ഈ ഓഫീസ് കാണുമ്പോൾ ഇവിടെ കാണുന്ന ഒരു നീറ്റ്നെസ്സിനെ കുറിച്ച് സാറ് പറഞ്ഞു. ഒരുപക്ഷെ എനിക്കിതെല്ലാം കിട്ടിയത് എവിടെ നിന്നുകൊണ്ടാണ്? അങ്ങനെയുള്ള ഡിസിപ്ലിൻഡ് ആയ ഒരു സെറ്റപ്പിൽ വർക്ക് ചെയ്തതുകൊണ്ടാവും. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിൽ, മീൻസ് അത് വേറെ കുറച്ച് കാണുകയല്ല, ചിലപ്പോൾ ആ ഒരു കംഫർട്ടിലേക്ക് ഞാനും എത്തിയേനെ. അപ്പം ഇന്ത്യയിലെ പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എനിക്ക് 100% പറയാൻ പറ്റും, അത്രയും സ്കിൽഡും ഹൈലി ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ് മാത്രമേ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ. ഇവിടെ KG ക്ലാസ്സുകളിൽ പോലും ഏത് മോണ്ടിസോറി ട്രെയിനിങ് കഴിഞ്ഞാലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു NSCT കോഴ്സ് ഉണ്ട്. അതവർ ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ പറ്റും. ഇവിടെ പല ക്ലാസ്സുകളിലെയും ടീച്ചേഴ്സ് BSc B.Edനപ്പുറം PG ഇല്ലാത്ത വളരെ കുറച്ച് ടീച്ചേഴ്സ് മാത്രമേ ഈ സ്കൂളിലുള്ളൂ. അവരുടെ PGക്ക് അപ്പുറം ഞാൻ അവരോട് പറയുന്നത് ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുക, സൈക്കോളജി പഠിക്കുക, അപ്ഡേറ്റഡ് ആവുക. ഇവരായിരിക്കണം ബെസ്റ്റ് ടീച്ചേഴ്സ്. അങ്ങനെയുള്ളവരേ ഉള്ളൂ. അതെ അതെ. CBSE നോംസ് അനുസരിച്ച് B.Ed കമ്പൽസറി ആണ്. അതുകൊണ്ട് എല്ലാ CBSE സ്കൂളുകളിലും 99% B.Ed ടീച്ചേഴ്സേ ഉണ്ടാവുള്ളൂ ഫ്രം ഗ്രേഡ് ക്ലാസ്സുകളിൽ. അത് തന്നെയാണ് നമ്മളിവിടെയും ഫോളോ ചെയ്യുന്നത്. ഇതിനൊക്കെ അപ്പുറം സാർ, ഇതിനൊക്കെ അപ്പുറം അവരുടെ അക്കാഡമിക് എക്സലൻസിനപ്പുറം അവരുടെ ഫിസിക്കൽ എക്സലൻസ് ഉണ്ടാവണം. ക്ലാസ്സുകൾ എങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പോയിൻ്റ് കൂടി ബാക്കി നിൽക്കുകയാണ്. ഉദാഹരണമായിട്ട് പല സ്കൂളുകളിലും ബസ്സുകൾ 7 മണിക്കും 7:30 മണിക്കുമാണ് ഗ്രേഡ് 1 ഗ്രേഡ് 2 കുട്ടികളൊക്കെ എടുക്കപ്പെടുന്നത്. ഈ കുട്ടികൾ രാവിലെ ഉറക്കം എണീക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അമ്മമാരെ തള്ളി പിടിച്ച് ബസ് കയറ്റി വിടുന്നു. കരഞ്ഞുകൊണ്ട് വരുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടി ക്ലാസ്സിലേക്ക് ഇരിക്കുന്നു. ആ കുട്ടി ക്ലാസ്സിൽ വന്നാൽ ആ കുട്ടിക്ക് ഒരു സെറ്റിൽ ചെയ്യാൻ വേണ്ടി മിനിമം ഒരു 5 to 10 മിനിറ്റ്സ് വേണം. അവിടെ പ്ലസൻ്റ് ആയിട്ടുള്ള മെൻ്റലി എക്യുപ്പൈഡായ ടീച്ചർ അല്ല എങ്കിൽ ആ കുട്ടിയുടെ ആ ദിവസം അന്ന് പോയി കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെയുള്ള കുറേ ടാക്ടിക്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികളെ ടീച്ചറിലേക്ക് ആവാഹിക്കപ്പെടുവാനുള്ള ഒരു എക്സലൻസ് എല്ലാ ടീച്ചേഴ്സും ഉണ്ടാക്കിയെടുക്കണം. അതായത് ടീച്ചറിന് വേണ്ടി കരയുന്ന കുട്ടികളുണ്ടാവണം.
ശരി. ഇന്ന് ഒരു എക്സ് മാഡം അല്ലെങ്കിൽ സാർ ക്ലാസ്സിൽ വന്നില്ല എങ്കിൽ എൻ്റെ സാർ ഇന്ന് എവിടെ പോയി, അല്ലെങ്കിൽ ടീച്ചർ ഇന്ന് എവിടെ പോയി എന്ന് മാനസികമായി അന്വേഷിക്കപ്പെടുന്ന കുട്ടികളുണ്ടപ്പോൾ മാത്രമേ ആ ഗുരു ശിഷ്യ ബന്ധം പഴയ തരത്തിൽ ദൃഢമാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ വേറൊന്നുള്ളത്, ഏറ്റവും വലുതായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്താണ് അത് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഒരു സ്കൂളിൽ, ഒരു ഇതുപോലുള്ള ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ, ചിലപ്പോൾ LKG-യോ UKG-യോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലോ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ വരെ മേടിക്കുന്ന സ്കൂളുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്കൊരു സ്കൂളിന്റെ പേരെടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളിടത്തൊക്കെ ആവുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും കൂടി കല്യാണം കഴിച്ചാൽ ആദ്യമായിട്ട് അവര് മറുവീടിന് പോകുന്നതിന് മുമ്പ് തന്നെ ഭാര്യയും ഭർത്താവും കൂടെ ഇന്ന സ്കൂളിൽ ചെന്നു. തീർച്ചയായിട്ടും എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞിന് ഒരു അഡ്മിഷൻ വേണം, അവിടുത്തെ പൈസ നേരത്തെ അടയ്ക്കുന്നു, ഇത് ചെയ്യുന്നു. പക്ഷെ ഇവനെ പോലെ ഉള്ളവര് അല്ലെങ്കിൽ ഈ മക്കള് വലുതായി കഴിഞ്ഞാൽ ഇവർ മറ്റൊന്നും ശ്രദ്ധിക്കില്ല. ഏറ്റവും വലിയ സ്കൂളിൽ പഠിപ്പിക്കണമെന്നുള്ള മോഹം മാത്രമേ ഉള്ളൂ. അതിനപ്പുറം അവൻ എന്താണെന്ന് ചിന്തിക്കുന്നില്ല. അവൻ വീണ്ടും അവൻ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് അവൻ ആദ്യം ചെയ്യുന്നത് ഈ അച്ഛനെയും അമ്മയും ഏത് മറ്റേ വൃദ്ധസദനത്തിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് അവിടെ കൊണ്ടുവന്ന് പൈസ അടച്ചിട്ടാണ് അവൻ വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യത്യാസവും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ വ്യത്യാസം ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ചില ആത്മാർത്ഥം ഇപ്പൊ അങ്ങ് പഠിപ്പിക്കുന്ന ചാർജ് വഹിക്കുന്ന ഈ പള്ളിക്കൂടത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. തീർച്ചയായിട്ടും എന്താണ് അങ്ങനെ ഉദ്ദേശം? തീർച്ചയായിട്ടും സാർ ഈ പറഞ്ഞത് വളരെ രസകരമായ ഒരു കഥാരൂപത്തിൽ നമുക്ക് പറയാം. അതായത് ഇത്രയും സാക്ഷരതയുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വയോജന വൃദ്ധ കേന്ദ്രങ്ങളുള്ളത്. ഈ സാറ് പറഞ്ഞ കണക്ക് ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ നമ്പർ അറിയുന്നതിന് മുമ്പ് ആദ്യം മിക്കവാറും രസകരമായ കഥയായിട്ട് തന്നെ പറയാം, കുട്ടികൾക്ക് അറിയാവുന്ന ഇങ്ങനെയുള്ള നമ്പേഴ്സാണ്. ഇത്രയും മുന്തിയ പള്ളിക്കൂടങ്ങളിൽ പഠിച്ചിട്ട് മൂല്യബോധം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാത്തതാണ് പ്രധാന കാരണമെന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ 9 മാസവും 9 ദിവസവും 10-26 നാഴികയും വയറിനകത്ത് ചുമന്നിട്ട് അവർക്ക് കഴിക്കേണ്ട ആഹാരം ഇവൻ ആഹാരമാക്കി മാറ്റിയിട്ട് ജനിച്ചതിന് ശേഷം എത്രയോ വർഷങ്ങൾ ആ കുഞ്ഞിൻ്റെ മലത്തിലും മൂത്രത്തിലും കിടന്ന് ഉറങ്ങിയവരാണ് ഈ അമ്മയും അച്ഛനും എന്നുള്ള ബോധം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത വിദ്യാഭ്യാസത്തിന് റിസൾട്ട് ഇതൊക്കെ ആവുള്ളൂ. അതായത് വയസ്സായ അച്ഛനും അമ്മയും വീട്ടിലിരിക്കുമ്പോൾ മോനെ യൂറോപ്പിലോ അമേരിക്കയിലോ എവിടെ ജോലി ചെയ്താലും അമ്മയുടെ ഫോണെന്ന് കേൾക്കുമ്പോൾ ആ ശബ്ദമൊന്ന് വിറങ്ങലിച്ചാൽ അമ്മയ്ക്ക് സുഖമില്ലേ എന്നും ചോദിക്കുന്ന മക്കളെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ മക്കളെ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രധാനമായും അച്ഛനമ്മമാർ മാത്രമല്ല, ഈ സ്കൂളുകളാണ്. സാറ് പറഞ്ഞില്ലേ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം. എനിക്കും അനുഭവമുള്ളൊരു കേസുണ്ട്. ബ്രാൻഡ് വാല്യൂവിന് വേണ്ടി അഡ്മിഷൻ പൈസ കൊടുക്കുന്ന പാരൻസ് ഇവരുടെ നാളത്തെ ഔട്ട്കം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കണം. ഞാൻ പല പാരൻസിനോടും സംസാരിക്കുന്ന ഒരൊറ്റ വാക്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കുമ്പോഴോ നിങ്ങൾ ആരായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അച്ഛൻ ആരായിരുന്നു എന്നുകൂടി പറഞ്ഞു കൊടുക്കണം. എങ്കിലേ നാളെ നിങ്ങളുടെ വീങ്ങിയ കാലുകൾക്ക് കുഴമ്പിടാൻ ഇത്രയും കഷ്ടപ്പെട്ട് കഴിക്കാത്ത ആഹാരം മകന് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ കൂട്ടിയ ആഹാരത്തിന് കൊണ്ട് വളർന്നു വലുതായ മകൻ തിരിച്ച് നിങ്ങൾക്ക് ആഹാരം തരണമെങ്കിൽ നിങ്ങൾ മൂല്യബോധത്തോട് കുട്ടികളെ വളർത്തണം. അത് മൂല്യബോധം എന്തെന്ന് മനസ്സിലാക്കുന്ന പള്ളിക്കൂടങ്ങളിൽ അയക്കുക. എവിടെയായാലും ഒരു കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഒരു വരനെ അല്ലെങ്കിൽ വധുവിനെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു നല്ല സ്കൂള്, നല്ല എന്ന ബ്രാക്കറ്റിലുള്ള സ്കൂളിൽ കണ്ടെത്തുക എന്നുള്ളത്. അത് പരസ്യവാചകങ്ങളിലൂടെയോ പിന്നെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് വാല്യൂവിലാവരുത്. സ്കൂളിൻ്റെ വാല്യൂ അറിയേണ്ടത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിലവാരത്തിലാവണം. ഇതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. അത് പ്രാവർത്തികമാണ് എന്ന് ബോധ്യം വന്നു തുടങ്ങി. തീർച്ചയായിട്ടും പ്രാവർത്തികമായി എന്ന് ബോധ്യമാവുന്നതിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന 495 പരം കുട്ടികൾ ഈ സ്കൂളിൽ 1 വർഷം കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള പരിപാടികൾ എന്താണ്? ഇന്ത്യാന പബ്ലിക് സ്കൂളിൻ്റെ പ്രധാന പള്ളിക്കൂടം വരുന്നത് നമ്മുടെ ചെമ്പൂര് പരമേശ്വരത്താണ്. കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസമാണ് 3 ഏക്കർ 16 സെൻറ്റ് ലാൻഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞത്. അടുത്ത ഓണത്തിന് തറക്കല്ലിടാൻ ഉദ്ദേശിക്കുകയാണ്. 3 ഏക്കർ 18 സെൻറ്റാണ് ആ സ്ഥലത്തിൻ്റെ ഇത്. ഭാവി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, വിപുലമായ മീൻസ് സമ്പത്ത് കൊണ്ടല്ല വിപുലം, ബൗദ്ധികമായും സാമ്പത്തികമായും ധാർമ്മികവുമായ
മുന്തിയ തലത്തിൽ പുറത്തേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടി അന്തസ്സായ ഒരു പള്ളിക്കൂടമാണ് ഇന്ത്യാന പബ്ലിക് സ്കൂൾ ഉദ്ദേശിക്കുന്നത്. അത് ചെമ്പൂരുണ്ടാവും. ഒപ്പം അടുത്ത അധ്യയന വർഷം 24-25 ആകുമ്പോഴേക്കും ഒരു 10ഓളം കിൻഡർ ഗാർഡനുകൾ ഈ ചിറയൻകീഴ് താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ചെയ്യുകയാണ് അടുത്തൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തില് ഇപ്പോ ശ്രീ സുദർശനൻ പൂർണ്ണമായും ഒരു അധ്യാപകൻ. തീർച്ചയായിട്ടും ഞാനിപ്പോൾ പൂർണ്ണമായും അധ്യാപകൻ എന്ന് പറയുന്നത് ഞാൻ എഴുത്ത് വായന ഇതെല്ലാം സാർ ചോദിച്ച കണക്ക് കുറേശ്ശേ ഉണ്ട്, പൂർണ്ണമായിട്ടും ഇല്ല. ഇപ്പോൾ ഞാൻ ഫുള്ളി മാനേജ് ചെയ്യുന്നതിൻ്റെ സമയം ഞാൻ രാവിലെ 7 മണി മുതൽ ഇവിടെ ഉണ്ടാവും. 5-5:30 വരെ സ്കൂളിൽ തന്നെ ഉണ്ടാവും. ഓരോ കുഞ്ഞിൻ്റെ ഓരോ ചലനങ്ങളും വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു. അതെ, പൂർണ്ണമായിട്ടും ഇപ്പോൾ സ്കൂൾ തന്നെയാണ്. കാരണം അത് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിനെ അത്രമാത്രം രക്ഷിക്കാൻ കഴിയും. അതെ, കാരണം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന എനിക്ക് എൻ്റെ കോമ്പറ്റീഷൻ ഞാൻ എന്നോട് തന്നെയാണ്. കാരണം ഞാൻ ആദിത്യ ബിർള അല്ലെങ്കിൽ ലാൻഡ്മാർക്ക്, കാർഫോ, ജിയാൻഡ് ഇങ്ങനെയുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് വേണ്ടി വ്യത്യസ്തമായ ബിസിനസ്സുകളുടെ അധിപനായി ജോലി ചെയ്ത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും സ്വപ്നവുമായ ഒരു പള്ളിക്കൂടത്തിന് ആ ലെവലിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ഞാൻ കുടുംബത്തിനോട് തന്നെ അല്പം വിശ്രമം കൊടുത്തുകൊണ്ട് പൂർണ്ണമായും സ്കൂളിലേക്ക് തന്നെയാണ്. അല്ല, അങ്ങനെ വിശ്രമം കൊടുക്കുമ്പോഴേ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന കുടുംബം തന്നെ. തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ ഇവിടെ സ്കൂളിൽ എന്നെ സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് സാർ കണ്ടാണ് ഓഫീസിൽ. മക്കൾ 3 പേര്, ഒരാളിപ്പോൾ MBBS ചെയ്യുന്നു, രണ്ടാമത്തെ ഇപ്പോൾ +2 കഴിഞ്ഞു, മൂന്നാമത്തെ ആൾ ഇവിടെ തന്നെ പഠിക്കുന്നു. പിന്നെ കൂടുതൽ ഉത്തരവാദിത്വം. അതെ 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 സുദർശന സാർ, ഞാൻ ഈ സ്കൂളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരു പുതിയ അനുഭവം തോന്നി. ഓരോ ക്ലാസ് റൂമിലും ഇട്ടിരിക്കുന്നത് ABCD ഇങ്ങനെയല്ല, വ്യത്യസ്തമായ പേരുകൾ, അത് ഗ്രീക്ക് നാമധേയങ്ങൾ. എന്താ അങ്ങനെ ഇടാനുള്ള കാര്യം? ഗ്രീക്ക് മിത്തോളജി ഒരു വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം സാർ ചോദിച്ച കണക്ക് ഞാൻ A to Z ലെറ്റേഴ്സിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ആൽഫബറ്റ് ലെറ്റേഴ്സാണത്. ഞാനെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഗ്രീക്ക് മിത്തോളജിയിൽ ഇപ്പോൾ സിയൂസ് ആരാണ്, അപ്പോളോ ആരാണ്, നിക്സ് ആരാണ്, അപ്പോൾ അവരെക്കുറിച്ച് നരേഷൻ കൂടി നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് എ ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ എബൌട്ട് ഗ്രീക്ക് മിത്തോളജി. ഓട്ടോമാറ്റിക്കലി ആ കുട്ടികൾക്ക് ഗ്രീക്ക് മിത്തോളജി വായിക്കുവാൻ ഒരു ഇൻസ്പിറേഷൻ ആ പേരുകൾ കൊടുത്തു. അതാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം. കാര്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ചൊക്കെ അതെ 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 ഇപ്പൊ ഇവിടെ വരുന്ന LKG പോലുള്ള ഒരു കുട്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ അവന് ഏതാണ്ട് 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഗ്രീക്ക് സംസ്കാരം എന്താണെന്ന് അറിഞ്ഞിരിക്കും. തീർച്ചയായിട്ടും അത് വലിയ നല്ല കാര്യമാണ്. അങ്ങനെ ഞാനത് ഒരു സ്കൂളിൽ കണ്ടിട്ടുള്ളത്, മലയാള സ്കൂളുകളിലെ പരിപാടിക്ക് പോയിട്ടുള്ളതാണ്, അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടുത്തെ അധ്യാപകരും മറ്റേ MD ചെയർമാനും ഒക്കെ ആയിട്ടുള്ള ബന്ധം. സാർ ഞാൻ പറഞ്ഞു ഞാനൊരു മാനേജ്മെൻറ്റ് പ്രൊഫഷണലായിരുന്നു. ഞാൻ ഏതാണ്ട് തൗസൻഡ്സോ ആൾക്കാരെ ഒരേ വേദിയിൽ മാനേജ് ചെയ്യുന്ന ഒരാളായിരുന്നു. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മനുഷ്യരിലാണ്. ഇവിടെ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപികമാർ കൃത്യമായ ഒരു ബന്ധമെന്ന് പറയുന്നത് സ്കൂളിനപ്പുറം സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ സെറ്റപ്പ് ഉണ്ട്. അവർക്ക് എന്തും തുറന്നു പറയുവാനും അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കുവാനും എപ്പോഴും ഈ റൂം ഒരു വേദിയായി മാറാറുണ്ട്. എല്ലാവർക്കും എവരിബഡി ഗോട്ട് ഗുഡ് ഐഡിയാസ്. വെൻ ഇറ്റ് കംസ് ടു ദി പോയിന്റ് ദാറ്റ് വി നീഡ് ടു വർക്ക് ഔട്ട്, ദാറ്റ് ഈസ് എ റിയൽ ഗുഡ് ഐഡിയ. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓരോ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ ഒരു മേശയിലേക്ക് ഇടുമ്പോൾ അതിൽ നിന്ന് ബെസ്റ്റ് എന്തെടുക്കാൻ പറ്റും, അതായിരിക്കണം ഒരു മാനേജ്മെൻറ്റിൻ്റെ ഐഡിയോളജിക്കൽ സ്കില്ലെന്ന് പറയുന്നത്. ഇവിടുത്തെ അധ്യാപകർക്ക് എന്തും ആശയപരമായി പറയുവാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു റാപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 വർഷമായിട്ട് ഒത്തിരി അധ്യാപകർ ഇപ്പോഴും സ്കൂളിൽ തന്നെ തുടരുന്നത് എന്ന് ആണ് ഏറ്റവും വലിയ സത്യം. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓർത്തു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന കുട്ടികൾക്ക് പൊതുവില്. പക്ഷെ അധ്യാപകരും അദ്ദേഹത്തെ പേടിച്ചിരുന്നു. ഒന്നും അങ്ങോട്ട് പറയില്ല, അദ്ദേഹം പറയുന്നത് മാത്രം അനുസരിക്കുക. ഞാൻ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇളമ്പ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ എൻ്റെ അനുഭവം അതായിരുന്നു. അച്ഛനും അധ്യാപകനായിരുന്നു. പക്ഷെ പല അധ്യാപകരും അന്ന് നമ്മുടെ ശരിക്ക് തല്ലുമായിരുന്നു. ആ തല്ലുന്ന അധ്യാപകരെയൊക്കെ നമുക്ക് വലിയ ബഹുമാനമായിരുന്നു. അവര് പിന്നീട് ഭാവിയിൽ നമ്മളെ തല്ലി വളർത്തിയല്ലോ എന്നുള്ളതായിരുന്നു. കാരണം അതിനൊരു ഉദാഹരണം, അച്ഛൻ ചെറിയ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഞാനും ആ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ എൻ്റെ ഡിവിഷൻ അല്ല അച്ഛൻ പഠിപ്പിക്കുന്നത്. ഞാൻ 8ാം ക്ലാസ് മുതലാണ് ഇവിടെ പഠിച്ചത്. അച്ഛൻ പഠിപ്പിച്ച 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലുമായിരുന്നു. അപ്പൊ ഈ പല കുട്ടികളും നിന്റെ അച്ഛനക്കാരനെ ഞങ്ങൾ പൊറുതി മുട്ടി എന്ന് പറഞ്ഞിട്ട് എടുത്തെറിഞ്ഞ് തല്ലുന്ന ഒരു അധ്യാപകനില്ല.
അപ്പൊ അച്ഛൻ ഇത് കഴിഞ്ഞിട്ട് അച്ഛന്റെ മരണകാലത്ത് ഈ ആ, പ്രായം കൂടി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കാണാൻ വന്ന അച്ഛനെയായിരുന്നു. കാരണം വിദേശ രാജ്യങ്ങളിലും ഇവിടുത്തെ വലിയ നിലവാരത്തിലും ഒക്കെ ഇരിക്കുന്ന അവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, ഞാൻ ഈ നിലവാരത്തിൽ എത്താൻ കാരണക്കാരൻ ആ ഒരു സാറ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നെ അങ്ങനെ തല്ലിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോകുവാൻ. അന്ന് തല്ലാനേ പറ്റുള്ളൂ, അല്ല ഇപ്പോഴത്തെ പോലുള്ള മാർഗങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പൊ നമുക്ക് സ്കൂളുകളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ അങ്ങനെയുള്ള ആ അധ്യാപകനെ അവര് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. അത് ആ കുട്ടികളുമായിട്ടുള്ള ബന്ധമായിരുന്നു. ഇന്നിപ്പോ ഈ അധ്യാപകർക്കെല്ലാം തന്നെ നിങ്ങളുടെ ചെയർമാനോട് വളരെ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു അധ്യാപകൻ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് മുഴുവൻ അതിന്റെ അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ തീർച്ചയായിട്ടും. ഇപ്പം കയ്യിലെടുക്കുന്നത്? അതെ സാറിപ്പം നമുക്ക് ആ വിഷയം രണ്ടായിട്ട് സംസാരിക്കാം അതിനെക്കുറിച്ച്. ഒന്ന്, സാറ് താങ്കളുടെ അച്ഛൻ പഠിപ്പിച്ച കാലത്തെക്കുറിച്ച് പറഞ്ഞു. അത് തലമുറകളുടെ വ്യത്യാസത്തിനപ്പുറം സാംസ്കാരികമായൊരു വ്യത്യാസം കൂടിയാണ്. അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കാലത്ത് രക്ഷകർത്താക്കള് അധ്യാപകൻ ദൈവമാണെന്നും അധ്യാപകന്റെ വായിൽ നിന്ന് വരുന്നതാണ് ഇതിൻ്റെ വേദവാക്യമെന്നും പറയപ്പെടുന്നൊരു കാലമാണ്. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി മാത്രമുള്ളതായി മാറപ്പെടും. കൃത്യമായിട്ടും ഒരിക്കലും ഇന്ന് ചൂരൽ തുമ്പിൽ കണ്ണുരുട്ടിക്കൊണ്ട് ഒരു കുട്ടിയെയും ക്ലാസ് റൂമിൽ ഇരുത്താമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഇന്ത്യയുടെ സംസ്കാരവും അതല്ല. എപ്പോഴും കുട്ടികളുടെ സ്നേഹം കൊടുത്തുകൊണ്ട് മാത്രമേ കുട്ടികളിൽ നിന്ന് ബെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റൂ. പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. എൻ്റെ ഒരു അനിയൻ ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനാണ്. അടുത്ത കാലത്ത് അവൻ BRCയിൽ ജോലി ചെയ്തു. അപ്പോൾ BRCയുടെ അവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പല പല വീടുകളിലെയും കുട്ടികളെ കാണാൻ പോയി, സ്കൂളിലേക്ക് വിളിക്കാൻ വേണ്ടി. ഡിവിഷൻ ഫോൾ വരുമ്പോൾ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വിളിക്കാൻ പോയി. അപ്പോൾ മിനിഞ്ഞാന്ന് ഒരുപാട് സംസാരിക്കുന്നതിനിടയിൽ ക്യാഷ്വലായിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു കുഞ്ഞിൻ്റെ വീട്ടിൽ പോയിരുന്നു, കഷ്ടം, ഈ മഴയത്ത് ഇനി പൊട്ടുവാൻ വേണ്ടി ഒരു ഓലയും ഇല്ല വീട്ടിൽ, കംപ്ലീറ്റ് വെള്ളം താഴേക്കാണ്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ വരുന്ന കുട്ടിയോട് ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ അടിക്കുവാൻ ഉള്ള ധാർമ്മികമായ എന്തെങ്കിലും അവകാശമോ ബോധമോ ടീച്ചറിനുണ്ടാകണോ? ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ കുട്ടി വരുന്ന അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്നാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് ഞാൻ പറയുന്നത്, വീണ്ടും ഇപ്പം താങ്കളുടെ പിതാവ് പഠിപ്പിച്ചിരുന്ന കാലത്തിൽ നിന്നും ഈ കാലം ഒരുപാട് മാറിപ്പോയി. ആ കുഞ്ഞുങ്ങൾ പഠിച്ച ഭൗതികമായ സാഹചര്യമല്ല ഇന്ന് ഒരു കുഞ്ഞിന്. ഇന്ന് ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന 99.9% കുട്ടികൾക്കും ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സർക്കാർ വേണ്ടത്ര കാര്യക്ഷമമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. വസ്ത്രം, യൂണിഫോം ആയാലും ബുക്സ് ആയാലും എല്ലാം. അപ്പം അവരുടെ സാഹചര്യങ്ങൾ മാറി. പക്ഷേ അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമായി ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ലക്ഷ്യബോധം കൂടുതലായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ലക്ഷ്യബോധം അല്ലെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടാക്കി കൊടുക്കലാകണം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പരമപ്രധാനമായ ധർമ്മം ആയിരിക്കണം. അതാണ്. ഇന്ത്യാന പബ്ലിക് സ്കൂളിൽ ബേസിക്കലി 100% പെർഫെക്റ്റ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ 99% I'm sure on that. The way is that we just do things on the right way. Right way means culturally അവരെ ഇൻബിൽറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഇപ്പൊ 500 കൂടുതൽ കുട്ടികൾ. അതെ, 500-നകത്തായി. കുട്ടികളെ മുഴുവൻ തന്നെ അവരുടെ കൾച്ചറും അവരുടെ കാര്യങ്ങളെ കുറിച്ചും സ്പോർട്സ് മറ്റു കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുന്നു. തീർച്ചയായിട്ടും. സാറ് ഇപ്പോൾ കയറി വന്നപ്പോൾ തന്നെ കോറിഡോറിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ഹൗസ് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പം ജൂൺ 19 PN പണിക്കരുടെ ചരമദിനമാണ്, വായനാ ദിനമാണ്. അതിനുവേണ്ടി കുട്ടികൾ തന്നെ പ്രിപ്പയർ ചെയ്തത്. അതായത് കൃത്യമായ അവരുടെ ഇൻസ്ട്രക്ഷൻ, ഇൻ്റർനെറ്റിലെ സർഫിങ്ങിലുള്ള ഒരു ഇൻഫോർമേഷൻസും വേണ്ട. നിങ്ങൾ PN പണിക്കർ എന്ന മനുഷ്യനെ കുറിച്ച് വായിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, വാട്ട് ഹി ഡിഡ് ഫോർ ദി സൊസൈറ്റി, അത് കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ തന്നെ സ്വന്തം കൈപ്പടയിൽ സ്വന്തം ആശയങ്ങളിൽ എഴുതിക്കൊണ്ടുവരിക. അതാണ് ഈ 4 ബോർഡുകളിൽ നിറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേക ഒരു ഭാഷയല്ല. ഇറ്റ് ക്യാൻ ബി ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ഓർ മലയാളം. 3 ലാംഗ്വേജിനും നമ്മൾ ആ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അബ്സല്യൂട്ട്ലി ദിസ് ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ്. സ്റ്റിൽ മലയാളം വി കെപ്റ്റ് ഇറ്റ് ആസ് എ കോർ സബ്ജക്റ്റ്. മലയാളം ഇപ്പോൾ ഒരു കോർ സബ്ജക്റ്റാണ്. അത് കൃത്യമായ പ്രാധാന്യത്തോട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നിർബന്ധമായി വേണം. കാരണം ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അതായത് തീർച്ചയായിട്ടും ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരാളും ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ അങ്ങനെയല്ല,
മുൻകാലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ക്യാഷൊക്കെ അയച്ച് നല്ല സാമ്പത്തികമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ജനിക്കുന്ന കുട്ടികളൊക്കെ മമ്മി ഡാഡി ആ സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. വളരെയധികം നല്ല രീതിയിൽ ജീവിക്കാവുന്ന ഒരു പൊസിഷൻ വന്നിട്ട് പോലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അച്ഛ അമ്മ എന്ന് തന്നെയാണ്. അങ്ങനെ പലരും ഈ നമ്മുടെ ഭാഷയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം തീർച്ചയായിട്ടും 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 ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുന്ന കുട്ടിക്കും അവന്റെ മാതൃഭാഷ എന്താണെന്നുള്ളത് അവൻ നന്നായിട്ട് ബോധ്യം. തീർച്ചയായിട്ടും ഒരുപാട് മലയാള സ്കൂളുകളുണ്ട് പ്രൈവറ്റ് ആയിട്ട്, മലയാളം മാത്രം പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പബ്ലിക് സ്കൂളിൽ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഒരേ പ്രാധാന്യത്തോട് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത്, ഞാൻ ബോംബെയിലും ബാംഗ്ലൂരുമായിട്ട് ഒരു 10-12 വർഷം ജോലി ചെയ്ത ആളാണ്. ഞാൻ എല്ലാ വർഷവും MBA കോളേജുകളുടെ പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഇൻ്റർവ്യൂവിന് പോകാറുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ട ഒരു ദുഃഖകരമായ സത്യം, നമ്മൾ മലയാള ഭാഷയെ സ്നേഹിക്കുക നമ്മുടെ പെറ്റമ്മയാണ്, ബീയിങ് സെഡ് ദാറ്റ് എവറിത്തിങ് ഈസ് ഫൈൻ. പക്ഷേ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ മാർക്ക് ഷീറ്റ് നോക്കുമ്പോൾ CAG 10 out of 10 ഉള്ള അല്ലെങ്കിൽ 99% മാർക്കുള്ള കുട്ടികൾ പിന്തള്ളപ്പെടുന്ന ഒരു വല്ലാത്ത പ്രവണതയുണ്ട്, മീൻസ് സാഹചര്യമുണ്ട്. കാരണം ബോംബെയിലോ ഡൽഹിയിലോ കൽക്കട്ടയിലോ 50% മാർക്ക് മേടിച്ച കുട്ടികൾക്ക് ഭംഗിയായി ഒരു കോർപ്പറേറ്റ് ഭാഷ സംസാരിക്കാൻ കഴിയുന്നു, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നു. നമ്മുടെ പാവം കുഞ്ഞുങ്ങൾക്ക് ഈവൻ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് പോലും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ ഔദ്യോഗിക സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്, ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും. എന്തുകൊണ്ട്? ഈ ചോദ്യത്തിനാവണം നമ്മുടെ വിദ്യാഭ്യാസ സെറ്റപ്പുകൾ ആൻസർ ചെയ്യേണ്ടത്. ഒരു കുട്ടി എന്തു പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതിനപ്പുറം ആ കുട്ടിയിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കണം. ഒരു ദിവസം കൊണ്ട് ഒരു പെലെയും ഉണ്ടാവില്ല, ഒരു ദിവസം കൊണ്ട് ഒരു മെസ്സിയും ഉണ്ടാവില്ല, ഒരു ദിവസം കൊണ്ട് ഒരു സച്ചിൻ ടെണ്ടുൽക്കറും ഉണ്ടാവില്ല, ഒരു ദിവസം കൊണ്ട് ഒരു മൈക്കലാഞ്ചലോ ഉണ്ടാവില്ല. നമുക്ക് ആരാകണം അത് നമ്മുടെ മൈൻഡിലേക്ക് ഇൻബിൽറ്റ് ചെയ്യണം. പല കുട്ടികളും ഇവിടെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എൻ്റെ അടുത്ത് സാർ എനിക്ക് IPS ഓഫീസർ ആവണം. അപ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു, മക്കളുടെ റോൾ മോഡൽ ആരാണോ? ഇല്ല എനിക്കതെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് IPS ആണോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു IPS കാരൻ്റെ പേര് പറയും. നാളെ മുതൽ പറയണം I am ex-IPS. 10 പ്രാവശ്യം പറയണം. one day you will become IPS ഓഫീസർ. അതായത് അവനവൻ്റെ മനസ്സ് തന്നെ അതിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. മൈൻഡ് ഗെയിമാണ് ഇതെല്ലാം. ഇവിടെ പഠിക്കാൻ കാലിബർ ഇല്ലാത്ത ഒരു കുഞ്ഞു പോലും ഇല്ല. അതിപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് തന്നെ നമ്മുടെ ഈ റിയാലിറ്റി ഷോകളും പലതും നടക്കുമ്പോൾ പല കുട്ടികളും കോളേജിനാ പഠിക്കുന്നതൊക്കെ മറ്റേ അവിടെ ജഡ്ജസ് ചോദിക്കുമ്പോൾ പറയും ഞാൻ MBBS പഠിക്കുന്നു അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഇങ്ങനെ വിവിധ കോഴ്സുകൾ വലിയ രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും പാടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജാനകിയമ്മ പാടുന്ന പോലെയോ അല്ലെങ്കിൽ സുശീലമ്മ പാടുന്ന പോലെയോ ചിത്രം പാടുന്ന പോലെയൊക്കെ തോന്നും, അത്ര മനോഹരമായിട്ട് പാടും. പക്ഷെ ആ കുട്ടി ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴും അവിടെ മനസ്സിൽ മുഴുവൻ സംഗീതമാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അവളെ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ, അത് പല മാതാപിതാക്കളും ചിലപ്പോൾ പറയുമോ എൻ്റെ മോളെ ഡോക്ടറാക്കി അടങ്ങുള്ളൂ. പക്ഷെ അതിന് തീർച്ചയായിട്ടും കോളേജിൽ അയച്ച് BA മ്യൂസിക് എടുത്ത് MA മ്യൂസിക് എടുത്ത് അവസാനം PhD എടുത്ത് അത് ഡോക്ടറേറ്റായി അത് ഉന്നത തലങ്ങളിലെത്തൂല്ലേ. ഇപ്പൊ തന്നെ നമ്മുടെ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ എഞ്ചിനീയറിംഗ് കോളേജ് ഒരിക്കലും എന്നോട് പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് പാസ്സായ ജയചന്ദ്രൻ സംഗീത സംവിധായകനാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ കയറി ഇരിക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് സംഗീതത്തിൽ മാത്രം ജീവിതം അർപ്പിച്ചു കഴിയുന്നു. അതുകൊണ്ട് നമ്മളൊരു കുട്ടി, അത് സാർ പറഞ്ഞത് വളരെ ശരിയാണ്, ആ കുട്ടിക്ക് എന്താണോ ഇഷ്ടം അതാണ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടത്. അത് കണ്ടെത്തേണ്ടത് അധ്യാപകരും രക്ഷകർത്താക്കളുമാണ്. അതായത് ഇവിടെ ഒട്ടുമിക്ക പാരൻസ്, ഇപ്പം എൻ്റെ അച്ഛനായാലും അമ്മയായാലും എന്തിനാ മോനെ പഠിപ്പിക്കുന്നത്, ജോലി കിട്ടണം. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ജീവിക്കാൻ പഠിക്കണം വിദ്യാഭ്യാസത്തിൽ. ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും അന്തസ്സായിട്ട് ഏത് കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനും യു ഷുഡ് സ്റ്റാൻഡ് അപ്പ്. അതായിരിക്കണം വിദ്യാഭ്യാസം. അങ്ങനെ തന്നെ വേണം. അല്ല ഇവിടെ പഠിച്ചോണ്ട് നമുക്ക് എല്ലാം പിടിച്ചടക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വിദേശ രാജ്യങ്ങള് നേരത്തെ പറഞ്ഞ പെൺകുട്ടികളൊക്കെ എത്ര ധൈര്യമായിട്ടാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എൻ്റെ മകള് ഇർക്കൂസിലാണ് MBBS ചെയ്യുന്നത്. റഷ്യൻ സാമ്രാജ്യം. അതെ 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 അതെ. നമുക്ക് ഞാനതിൽ വിശ്വസിക്കുന്നത് 10-21 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ മകള് നമ്മുടെ നിയന്ത്രണത്തിൽ വളർന്ന കുട്ടി 21-ാമത്തെ വയസ്സിൽ
പുറത്തിറങ്ങി ഒരു തെറ്റ് കാണിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഈ അച്ഛനും അമ്മയുമാണ്, കുട്ടിയല്ല. കാരണം 21 വയസ്സ് വരെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് പെട്ടെന്നൊരു കുട്ടിയിൽ ഉണ്ടാവില്ല. അത് തിരിച്ചറിയാൻ കഴിയാത്തത് പോയതാണ് നിങ്ങളാവുന്ന അച്ഛനും അമ്മയുടെ ഏറ്റവും വലിയ ഫെയിലിയർ അല്ലെങ്കിൽ പരാജയം. അങ്ങനല്ലേ? ഒരു ദിവസം കൊണ്ട് ഒരു കുട്ടിയും ഒന്നും ആവുന്നില്ല. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇന്ത്യാന സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സംസാരിച്ച് മാതാപിതാക്കളുമായിട്ട് നല്ല തീർച്ചയായിട്ടും ഇതുണ്ടാക്കിയിട്ട് അവരെ അത് ബോധ്യപ്പെടുത്താൻ കഴിയും. സാർ, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ 10-21 വർഷം വ്യത്യസ്തമായ മേഖലകളിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനുകളിൽ ജോലി ചെയ്ത് അത്യാവശ്യം സ്വകാര്യമായി ജീവിക്കാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടായതിന് ശേഷമാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, അല്ലെങ്കിൽ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ച വിദ്യാഭ്യാസം മറ്റു കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഈ സ്കൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഈ സ്കൂളിൻ്റെ സമ്പന്നതയിൽ ജീവിക്കണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ല. ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും എത്താൻ കഴിഞ്ഞുവെങ്കിൽ കൃത്യമായ ഒരു മെൻറ്ററുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയേക്കാൾ സാമ്പത്തിക ശേഷിയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾക്ക് എത്രയോ വ്യത്യസ്തമായ തലങ്ങളിലെത്താൻ പറ്റും. അതിന് വഴി കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യാനയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റാണ്. അത് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ കയറി വന്നതിന് മറ്റേ ചെയർമാൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഒരൊറ്റ ഫോട്ടോയെ ഞാനിവിടെ കണ്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പക്ഷികളുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെയാണ്. ആദ്യം കണ്ട ഫോട്ടോ എന്ന് പറയുന്നത് ചാണക്യൻ്റെ. ഈ ചാണക്യൻ നാടകം ഞാൻ എന്റെ സമിതി തിരുവനന്തപുരം ഞാൻ കണ്ടിട്ടുണ്ട്, സാറ് കണ്ടിട്ടുണ്ട്. പക്ഷേ മീനമ്പലം സന്തോഷമൊക്കെയാണ് അത് അഭിനയിച്ച് ചാണക്യനായിട്ട് അഭിനയിച്ചത് സന്തോഷ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, മീനമ്പലം സന്തോഷം. പക്ഷെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ വെക്കാനുള്ളത്? തീർച്ചയായിട്ടും രസകരമായ ഉത്തരമായിരിക്കാം അത്. ഞാൻ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു വ്യക്തി കൗടില്യൻ ആയിരുന്നു, ചാണക്യനായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ മാനേജ്മെൻറ്റ് ഗുരുവായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ എൻ്റെ പല കൂട്ടുകാർ പറയുമ്പോഴും ഞാൻ പറയുന്നു അല്ല, ലോകത്തിലെ ആദ്യത്തെ മാനേജ്മെൻറ്റ് ഗുരു ഇദ്ദേഹമാണ് ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളിലൂടെയും ദിശാബോധത്തിലൂടെയുമാണ് അങ്ങനെ ഒരു സാമ്രാജ്യം പോലും നിലനിന്നതെന്നുള്ള യാഥാർത്ഥ്യം ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഏറ്റവും നല്ല സാമ്പത്തിക ശാസ്ത്രം അർത്ഥശാസ്ത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലൈബ്രറിയിൽ മലയാള പരിഭാഷയും ഇംഗ്ലീഷ് പരിഭാഷയും ഇരിക്കുന്നത്. അതാണ് ചാണക്യനിലേക്കുള്ള എൻ്റെ ഏറ്റവും വലിയ അതെ. അതുമല്ല, ബോംബെയിൽ ഞാൻ പോകുമ്പോൾ ചാണക്യ ഫൗണ്ടേഷൻ്റെ ഡോക്ടർ സി രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഈ കബോർഡുകളിലുണ്ട്. ഇന്ന് ലോകത്തെ ഏതൊരു തന്ത്രശാലിയുടെയും ബേസ്, അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെയും ബേസ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലൂടെയും അദ്ദേഹം പറയുന്ന തന്ത്രങ്ങളുടെ എവിടെയെങ്കിലും തൊടാത്ത ഒരൊറ്റ സ്പീച്ചുമില്ല. ഒരുപക്ഷെ അദ്ദേഹം ഭാരതത്തിൽ ജനിച്ചതുകൊണ്ടാവാം ലോകം ഇത്രത്തോളം വാഴ്ത്തപ്പെടാതെ പോയത്. ഏത് മോട്ടിവേഷണൽ സ്പീക്കറിനെ എടുക്കണം, ഏതൊരു പ്രൊഫഷണലിനെടുത്താലും അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ എവിടെയെങ്കിലും ചാണക്യൻ്റെ തന്ത്രങ്ങളുണ്ടാവും, എസ്പെഷ്യലി കോർപ്പറേറ്റ് വേൾഡിൽ. അപ്പം അങ്ങയുടെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ ഈ മറ്റേ പോകുന്ന മോട്ടിവേഷൻ ക്ലാസ്സിലെല്ലാം തന്നെ തീർച്ചയായിട്ടും അർത്ഥശാസ്ത്രത്തിൽ തൊടാത്തതായിട്ട് ഒന്നുമില്ല. അതിൽ മാനേജ്മെൻറ്റ്, മീമാംസ, സാമ്പത്തികം എല്ലാം ഉണ്ട്. പുതിയ തലമുറയ്ക്ക് അതൊരു അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, ഇതിൻ്റെ കണ്ടന്റുകളെക്കുറിച്ച് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സാരാംശം പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ തന്നെ. എന്തായിരുന്നാലും ഇന്ത്യാന സ്കൂൾ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ തന്നെ അങ്ങേ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ, മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാൻ ഒക്കെ നമുക്ക് സാധിച്ചു. എന്തായിരുന്നാലും വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ഒരുപാട് ഉയരങ്ങളിൽ എത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ ഒരു വലിയ കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണേ എന്നാണ് ഞാൻ. തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും എന്ന് വെച്ചാൽ സാമ്പത്തികം ഉള്ള കുട്ടിക്കും സാമ്പത്തികം ഇല്ലാത്ത കുട്ടിക്കും പഠിക്കാൻ മോഹമുള്ള കുട്ടിക്കും എല്ലാവർക്കും അത് വലിയൊരു വഴിത്തിരിവായ ഒരു വിദ്യാലയമായി മാറട്ടെ. അതിൻ്റെ അങ്ങയുടെ എല്ലാ പരിശ്രമങ്ങളും അതിനകത്ത് ഉണ്ടാകട്ടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാം? തീർച്ചയായിട്ടും ഞാനിപ്പോഴും പറയുന്നത്, ഞാൻ വെറൊരു നിമിത്തം മാത്രമാണ്. എന്നെ നിയന്ത്രിക്കപ്പെടുന്ന ഏതോ അദൃശ്യമായൊരു ശക്തിയുണ്ട്. അല്ലെങ്കിൽ സാർ നേരത്തെ ചോദിച്ച കണക്ക്
അത്യാവശ്യം നല്ല മാസ ശമ്പളത്തോട് ജോലി ചെയ്തിരുന്ന എനിക്ക് ഒരു ദിവസം തോന്നുന്നു ഇനി എൻ്റെ ജീവിതം വിദ്യാഭ്യാസത്തിനോട് മാറ്റിവെക്കും. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയത് ഈശ്വരൻ്റെ ഒരു നിമിത്തമാണ്. ആ ഒരു സ്വപ്നവുമായിട്ട് ഞാൻ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നു. 1.5 വർഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റി. ഇപ്പോഴും സ്വപ്നം യാഥാർത്ഥ്യമായൊരു പ്രതീതിയിലാണ് ഞാൻ. സാമ്പത്തികമായി ഒരുപാട് പരിമിതികൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാലങ്ങളായി പ്രവർത്തിക്കപ്പെടുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടുവന്നത് എൻ്റെ കഴിവുകൾക്കപ്പുറം ജഗദീശ്വരൻ്റെ അനുഗ്രഹമാണ്. എന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന, എന്നോടൊപ്പം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അധ്യാപകർ, അനധ്യാപകർ ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇതിനപ്പുറം രക്ഷകർത്താക്കൾ. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക്കാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ബി പോസിറ്റീവ്. സാർ, ഈ ചുവരുകളിലും ഈ ഡോറുകളിലും എല്ലാം കാണാം ഒരു പോസിറ്റീവ് സ്പിരിറ്റ്. അതുതന്നെയാണ്. പിന്നെ അങ്ങയെ പോലുള്ള ഒരു കലാപ്രതിഭയോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് ഞാനും അനുഗ്രഹമായി കാണുന്നു. തീർച്ചയായിട്ടും ശരിക്കും നമ്മുടെ ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത് തന്നെ ഒരു തുറന്ന യൂണിവേഴ്സിറ്റിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിശ്വസാഹിത്യ കഥകളൊക്കെ ഇവിടുത്തെ സാധാരണക്കാരന് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പകർന്നു കൊടുത്ത് തീർച്ചയായിട്ടും 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 കഥാപ്രസംഗ ചക്രവർത്തിയായ പ്രൊഫസർ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അതിനെ പിന്തുണച്ചക്കാർ മാത്രമാണ്. ഞാൻ സത്യത്തിൽ ഞാൻ MA ലിറ്ററേച്ചറിന് പഠിക്കുമ്പോൾ ഈ ലോക ക്ലാസിക്കുകളിൽ പലതും സാംബശിവ സാറിൻ്റെ കഥാപ്രസംഗം ഒത്തിരി പ്രാവശ്യം കേട്ടുകൊണ്ട് പരീക്ഷയ്ക്ക് പോയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം പലരും ഈ യൂണിവേഴ്സിറ്റി പരീക്ഷ ജയിച്ചത് തന്നെ സാറിന്റെ കഥാപ്രസംഗം കേട്ടോ. ഞാൻ ഡീറ്റെയിലായിരുന്നു. അതെ തീർച്ചയായിട്ടും 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 സാറിന്റെ കഥ കേട്ടിട്ട് പോയി എഴുതി തീർച്ചയായിട്ടും ഡിഗ്രി പാസ്സായവര്, കാരണം ക്ലാസ്സിൽ കയറാത്തവര്, അവരൊക്കെ പിൽക്കാലത്ത് സാറിനോട് തന്നെ അത് വന്ന് ഒരു ഗുരുവിനെ കാണുന്ന പോലെ വന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അതിന്റെ വേറൊരു പതിപ്പ് തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമ്മൾ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് വളരെ ഞാൻ ഇവിടുത്തെ ടീച്ചേഴ്സിനോട് എപ്പോഴും പറയുന്ന ഒരൊറ്റ കാര്യം, ഓരോ ക്ലാസ് റൂമുകളും ഓരോ സിനിമാ തിയേറ്ററുകളാവണം. ടീച്ചേഴ്സിന്റെ പാണ്ഡിത്യം വിളമ്പുവാനുള്ള സ്ഥലമല്ല ക്ലാസ് റൂമുകൾ. കുട്ടികളുടെ ക്യൂരിയോസിറ്റിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്പാർക്കിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. അതാണ് ഇന്ത്യ ബേസിക്കലി ഫോളോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്. അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു, വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. സംസാരിക്കാൻ എനിക്കറിയാൻ മേലാത്ത പല കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്തതിനും ഈ സ്കൂളിന്റെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നതാണ് എന്ന് ഇന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി തന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കട്ടെ എന്നൊക്കെ തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ യാത്ര. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആറ്റിങ്ങിൽ നിന്ന് ഒരുപാട് ദൂരമില്ലാത്ത ആറ്റിങ്ങൽക്കാരനായ ശ്രീ അയലമുണി കൃഷ്ണന് അഭിമാനിക്കാവുന്ന ഒരു ബ്രാൻഡായി തന്നെ ഇന്ത്യാന വളരട്ടെ എന്ന് ഞാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും